ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്വിമ്മിംഗ് പൂളോട് കൂടിയ റിസോർട്ട് മറ്റെവിടെയല്ല നമ്മുടെ മൈസൂരാണ്. അപ്പോൾ ആ ഒരു കിടിലൻ റിസോർട്ട് പരിചയപ്പെടുത്താനായിട്ട് ഇന്നത്തെ വീഡിയോ. സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ വിലയിലുള്ള റൂമുകളും കോട്ടേജസുമാണ് ഇവർ ഈ റിസോർട്ടിന്റെ പ്രത്യേകത കേട്ടോ. കൂടാതെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമുകളും അതുപോലെ തന്നെ ഈ പൂളും അതുപോലെ പാർട്ടി ഹാളും കിച്ചണും എല്ലാം അടങ്ങിയ ഒരു അടിപൊളി റിസോർട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഹൈ ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇതാ സമ്മർ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുക, എല്ലാവരും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരിക്കും. അപ്പൊ മൈസൂർ വരുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കേട്ടോ അത്. അപ്പൊ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് ആ ചൂടിൽ നിന്നൊക്കെ മാറി ഇന്ന് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റിയ നല്ലൊരു കിടന്ന റിസോർട്ടാട്ടോ അത്. കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് പാർക്കിംഗ് ഉണ്ട്, പിന്നെ ഈ ഒരു റൈറ്റ് സൈഡിൽ വരുന്നവരെ ഓഫീസാട്ടോ. അപ്പോൾ നമുക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഇതിൽ റൂമിന്റെ റേറ്റും ഇതെല്ലാം പറഞ്ഞതിന്റെ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഇത് നമ്മൾ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കേട്ടോ റൂമുകൾക്കൊക്കെ പോവാ. കോട്ടേജും റൂമും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൂടെ കയറിയിട്ടാട്ടോ. ഇതൊരു ഒരുപാട് ഏക്കർ കണക്കിന് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിസ്തീർണത്തിൽ കിടക്കുന്ന ഒരു റിസോർട്ടാട്ടോ. മൊത്തം 24 റൂംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാട്ടോ സ്വിമ്മിംഗ് പൂള് വരുന്നത്. സ്വിമ്മിംഗ് പൂള് സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയയിലായിട്ട് ഉണ്ട്. ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ടാട്ടോ അവർ സ്വിമ്മിംഗ് പൂള് അവിടെ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു റൈറ്റ് സൈഡിൽ ആ ഒരു ഭാഗത്താണ് അവർ ഹാൾ കേട്ടോ. പാർട്ടി ഹാളും അതുപോലെ തന്നെ പാർട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടിയോ ഒക്കെ നടത്താണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പാർട്ടി ഹാൾ ഉപയോഗിക്കാം കേട്ടോ. ഭയങ്കര വലിയൊരു പാർട്ടി ഹാളാണിത്. അപ്പോൾ ആ സ്വിമ്മിംഗ് പൂളും ഭയങ്കര നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ലൊരു പ്രൈവസി കീപ്പ് ചെയ്യുന്ന ഒരു സ്വിമ്മിംഗ് പൂളാട്ടോ. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് പ്രത്യേകിച്ച്. പിന്നെ എന്താ വലിയവർക്കും കുട്ടികൾക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയായി സ്വിമ്മിംഗ് പൂളിൽ ഉള്ളത് കേട്ടോ. എനിക്കിതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു റെയിനിങ് എഫക്റ്റ് കൊടുത്തില്ലേ, ഒരു മഴൻ്റെ ഒരു ചെറിയ റെയിനിങ് എഫക്റ്റ് കൊടുത്താൽ വളരെ നന്നായിട്ടുണ്ട്. ആ ഒരു എനിക്ക് വേറൊരു സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചൂടൊന്നും ഇല്ല കേട്ടോ, നല്ല തണുപ്പാണ്. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. ഈ ഒരു റിസോർട്ടിന്റെ ചുറ്റും തന്നെ അകത്തും നന്നായിട്ട് മരങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ ചൂടൊന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന ടൈമിൽ നല്ലൊരു എന്താ പറയാ ഈ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അകത്ത് നല്ലൊരു തണുപ്പും കാര്യങ്ങളും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇത് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മൈസൂർ എങ്ങനെ ചൂടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മുടെ നാട്ടിന് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നാട്ടിന്റെ അത്ര ചൂടില്ല കേട്ടോ. അവിടെ കുറച്ച് ചൂട് കുറവാണ്, നാട്ടിനെക്കാട്ടിലും ചൂട് കുറവാട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു സ്വിമ്മിംഗ് പൂൾ മൊത്തത്തിൽ കണ്ടില്ല, അത്യാവശ്യം വലിയൊരു സ്വിമ്മിംഗ് പൂളാട്ടോ അത്. അപ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ കുട്ടികൾക്ക് റിലാക്സ് ചെയ്യാനും വലിയവർക്കും കുട്ടികൾക്കൊക്കെ റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ ഒരു നല്ലൊരു ഏരിയ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്ത്. പിന്നെ എനിക്കിവിടെ എടുത്തു പറയേണ്ട തോന്നിയ കാര്യം, എനിക്കിവിടെ എത്തിയപ്പോൾ നല്ലൊരു ഹോംലി ഫീൽ ചെയ്യുന്നു കേട്ടോ. ഈ ഒരു നമ്മളെ മാവും മരങ്ങളും ഒക്കെ കണ്ടപ്പോഴും പിന്നെ ആ ഒരു കോട്ടേജസും കാര്യമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളൊരു വീട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതി ചെയ്യുന്നു കേട്ടോ. ഈ ഒരു കോട്ടേജസും കാര്യം എന്താ ഒരു പ്രത്യേകത എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു എന്താ പറയുക ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് കേട്ടോ. വേറെ ഒച്ചപ്പാടോ കാര്യം അങ്ങനെയൊന്നുമില്ല, നല്ല സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിലൊരു റൂം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാ നല്ല വെട്ടുകാലിന്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നല്ല കിടിലൻ റൂമാട്ടോ. അപ്പോൾ ഇതിന്റെ എടുത്ത് പറയണതിന്റെ ഇന്റീരിയർ വർക്കാട്ടോ, നല്ല അടിപൊളിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നല്ല നീറ്റും ക്ലീൻ ആയിട്ടുള്ള റൂമാട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു റൂം കണ്ടില്ലേ, ടിവിയും അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയയും പിന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ഉള്ളൊരു അത്യാവശ്യം ഒരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ നല്ലൊരു റൂമാട്ടോ. അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വലിയ ഫാമിലിയൊക്കെ ആയിട്ട് ട്രിപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിലും വേറെ എവിടെയും റൂം നോക്കണ്ട, ഇവിടെ വന്നാൽ മതി. നിങ്ങൾക്ക് പാർക്കിംഗ് ഫെസിലിറ്റി ആണെങ്കിലും ഫാമിലി ആയിട്ട് ഒരുമിച്ച് വരികയാണെങ്കിലൊക്കെ നല്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റൂമിൻ്റെ പ്രൈസും കാര്യം അതുപോലെ തന്നെ നിൽക്കാനൊക്കെ സൗകര്യം എല്ലാം കൂടെ ഒത്തിണങ്ങിയ റിസോർട്ടാട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മൈസൂർ വരുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് മൈസൂർ ആരെങ്കിലും വരുന്ന നിങ്ങളുടെ ഫാമിലി ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇത് വേറൊരു സൈഡാട്ടോ. ഈ ഒരു സൈഡിൽ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയ. അവർക്ക് മ്യൂസിയം കാര്യങ്ങളും ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ ഒരു സെറ്റപ്പിൽ ചെയ്തു തരും കേട്ടോ. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈവനിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു പാർക്കിന്റെ സെറ്റപ്പിൽ ഇവിടെ ഉണ്ട്.
അപ്പോൾ അതാ ഇതേപോലത്തെ ഒരേപോലത്തെ റൂമുകളിലുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഇനി വീഡിയോ കണ്ട് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് അത്യാവശ്യം എനിക്ക് അതിൽ 2 റൂം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എല്ലാം ഏകദേശം അതേപോലെ തന്നെ. അപ്പോൾ ഈ ഒരു കോട്ടേജസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനും അതുപോലെ തന്നെ കാം ആൻഡ് ക്വയറ്റും ആയിട്ടില്ല. വേറെ ശബ്ദം കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയില്ല റൂമാട്ടോ ഇത്. പിന്നെ നിങ്ങൾ റൂം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിച്ചണും കാര്യവും നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും കാര്യം എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാർട്ടി എന്തെങ്കിലും കാര്യം നടത്തണമെന്നുണ്ടെങ്കിൽ പാർട്ടി ഹാളായിട്ട് അങ്ങനെയുണ്ട്. അല്ലാതെ നിങ്ങൾ മൈസൂർ വരുമ്പോൾ നിങ്ങൾക്ക് പാർട്ടി മാത്രമായിട്ട് നടത്തണമെങ്കിൽ പാർട്ടി ഹാൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ ഇവിടെ. അതുപോലെ സ്വിമ്മിംഗ് പൂളും നിങ്ങൾക്ക് റൂം എടുക്കുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ആണ്. പക്ഷേ ഇനി നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ മാത്രമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂള് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ 1 ഹവറിന് 1 പേഴ്സൺ 250 to 300 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വരുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ റൂംസിന് വരുന്നത് കോട്ടേജസ് ആണെങ്കിൽ AC ആണെങ്കിൽ 2200 മുതൽ 2800 വരെ കേട്ടോ ചാർജ് വരുന്നത്. പിന്നെ അതല്ല നോൺ AC വരുന്നതാണെങ്കിൽ 1800 മുതൽ 2000 രൂപ കേട്ടോ നോൺ AC വരുന്നത്. പിന്നെ ഇതാണ് കിച്ചൺ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വലിയൊരു കിച്ചണാണ്. എനിക്ക് ഇനി ഫാമിലിയൊക്കെ ഒരുമിച്ച് വന്നിട്ട് എല്ലാവർക്കും കൂടി കുക്ക് ചെയ്യാനും അങ്ങനത്തെ ഒക്കെ നല്ല സൗകര്യമുള്ളൊരു കിച്ചണാട്ടോ ഇത്. പിന്നെ ഞാൻ അടുത്ത നമ്മുടെ നോർമൽ റൂംസിന് വരുന്ന റേറ്റ് പറഞ്ഞുതരാം. നോർമൽ റൂംസിന് AC വരുന്നത് 1800 രൂപയാണ് കേട്ടോ. പിന്നെ നോൺ AC വരുന്നത് 1500 രൂപയാണ്. അപ്പോൾ ഞാനീ പറഞ്ഞത് ഓഫ് സീസണത്തെ റേറ്റ് ആട്ടോ. അപ്പോൾ സീസൺ ടൈമിൽ കുറച്ചും കൂടെ കൂടും. അത് അവരായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. സീസൺ ടൈമിൽ കുറച്ചേ കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിക്കണ ഇവിടുത്തെ പാർട്ടി ഹാളാട്ടോ. അത്യാവശ്യം വലിയൊരു പാർട്ടി ഹാളാണ്. ഇനി അതിൽ പറയാൻ വിട്ടുപോയ കാര്യം സ്കൂൾ ട്രിപ്പും കാര്യങ്ങൾ അങ്ങനെ വരുമല്ലോ. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഈ റേറ്റ് അല്ല കേട്ടോ. ഇതിനെക്കാളും കുറവുള്ള റേറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് അവരായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മൈസൂർ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.